ഇറങ്ങി കുളിക്കേണ്ട കാര്യം റിസ്ക അന്യായ കയറ്റാട്ടാ. ചെളിയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ മൂഞ്ചി തെന്നി തെന്നി പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു തരം കിഴങ്ങാട്ടാ. പുഴ കണ്ടോ നിങ്ങള്? നമ്മൾ പോകുന്നതൊരു വെള്ളച്ചാട്ടത്തിലേക്ക് കേട്ടാ. അത്യാവശ്യം ദൂരമുണ്ട്. ഒരു സ്ഥലം മൊത്തം ഓഫ് റോഡാ ഇവിടുന്ന് പോണത്. കുറേ സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കാപ്പി കേട്ടോ അവിടെ. ഇത് മൊത്തം കാപ്പി കേട്ടോ. ഇത് കണ്ടേ, ഇതൊക്കെ കാപ്പി കേട്ടോ. ഇത് കാണുന്നത് മൊത്തം കാപ്പിയാ. ഇവിടുന്ന് ഒരു 10-200 മീറ്റർ ഉള്ളൂന്ന് കോൺക്രീറ്റ്. അത് കഴിഞ്ഞ ഫുള്ള് കല്ല. ഭയങ്കര കൂളിങ് കേട്ടോ അവിടെ. ഫസ്റ്റ് ഞാൻ അട്ടപ്പാടിയിൽ ഞാൻ ഏലക്കായ തോട്ടം കാണുന്നത് ഇവിടെ ഈ ഭാഗത്ത്. ഇവിടെ നാണ്ട് കുറച്ച് പോയിട്ട് അപ്പോൾ മനസ്സിലായി ഇവിടെ ഏലക്കായൊക്കെ ഉണ്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ അന്യായ ഓഫ് റോഡാ. പക്ഷെ മഴ പെയ്യാത്ത കാരണം കുറച്ച് ചെളി കുറവുണ്ടെന്ന് മാത്രം. ഓന റൈറ്റ് സൈഡ് കൊക്കേട്ടാ. വീട് കഴിഞ്ഞാൽ നോക്കിയേ സമാധി മൂട്. അതാണ് കല്ല്. കല്ല് വിരിച്ച കാരണം കുഴപ്പമില്ല. ചേറും ചെളിയൊക്കെ പറയല്ല ദൈവം ചേറും ചെളി. മോനെ വാ. എന്താല്ലേ നമ്മുടെ പായയുടെയാണോ നമ്മുടെ അവസ്ഥയാണെന്നറിയില്ലേ. കണ്ടാ ഏലക്കായ തുടങ്ങണ്ട. കാണും മൊത്തം താഴ്വാരം തൊട്ടിട്ട് സൈഡ് മൊത്തം ഏലക്കായ കേട്ടോ. ഇത് നിൽക്കുന്ന ഏലക്കായ ഫുള്ള് ഏലക്കായ കൃഷിയാ. പക്ഷെ ഓഫ് റോഡ് ഒരു വിഷയം. ഓഫ് റോഡ് കേട്ടോ. കരിങ്കല്ല് ഫുള്ള് മറ്റേ കരിങ്കല്ല് വിരിച്ച കാരണം നമുക്ക് വണ്ടി സിമ്പിളായിട്ട് കയറി പോണ്ട്. ചെളിയുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ മൂഞ്ചി കൊക്കലി സൈഡ് കൊക്കേട്ടോ. അത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി തന്നെ തങ്ങി നിൽക്കും. മരങ്ങളിലെ കാരണം എവിടെയെങ്കിലൊക്കെ തങ്ങി നിൽക്കും. നല്ല പല വണ്ടി ഒഴുക്കുണ്ട്. ഷെഡ് പോലെ വണ്ടി തെന്നി തെന്നി പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പോലെ വിഷയം. ഞാൻ അന്ന് വന്നുമ്പോൾ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. റോഡ് കരിങ്കല്ല് തന്നെ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ കരിങ്കല്ലിൻ്റെ മുകളിൽ ചെളി ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ആകെ ചെളിയായിട്ടേ അന്യായ കയറ്റാട്ടാ. എൻ്റെ പോലെ കയറി പോയപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പ് ഭാഗം കണ്ടു വെള്ളം വരുന്നത്. വേറെ അതിൽ വലിയ വിഷ്വൽസ് ഒന്നുമില്ല. പക്ഷെ അന്ന് ഇറങ്ങിപ്പോയത് ഈ വഴിയാണ്. ഭയങ്കര അട്ടശല്യമുള്ള സ്ഥലം കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെ എങ്ങനെ നടന്നാലും ഈ ഭാഗത്ത് ഞാൻ ഈ പുഴയിൽ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ മീൻ പിടിക്കാൻ വരുമ്പോൾ മുട്ടുവരെയുള്ള ബൂട്ടിട്ടിട്ടാണ് പോവുക. മൊത്തം കാപ്പി തോട്ടം. അത് കണ്ടില്ലേ ഫുള്ള് കാപ്പി കൃഷിയാണ്. ഇത് ഇടയിൽ കുരുമുളക്, കവുങ്ങ്. ഇവിടുത്തെ മെയിൻ കൃഷികൾ ഇതൊക്കെയാണ് ഈ ഏരിയയിൽ. വെള്ളം വന്ന് വീണണ്ട മോൾന്നൂറ് പൈപ്പ് ലൈൻ പോയിട്ട് അതിന് വെള്ളം വന്ന് വീണത് ഊർവാന്ന് വിചാരിച്ച്. അട്ടപ്പാടിയിൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ളത് അപൂർവം കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂട്ടാ. അതാണ് മെയിൻ കാര്യം. ഇവിടുത്തെ പാറകൾ ശ്രദ്ധിച്ച ചെത്തി ചെത്തി വന്ന് വീണ പോലെ കേട്ടാ. പാറകൾ തന്നെ നോക്കിയൊരു പ്രത്യേക ഭംഗിയില പാറ നിൽക്കുന്നത്. വഴിക്കില്ലട്ടാ ഇപ്പൊ തന്നെ അവിടെ വഴിക്ക്
ഇതൊരു തരം കിഴങ്ങാട്ടോ. പെട്ടെന്ന് ഈ സാധനം ആട്ടുംകാലി എന്ന് പറയുന്നേ, വെജിറ്റേറിയൻ ആട്ടുംകാലി എന്ന് പറയുന്നേ. ഇതെന്താ കേസ് വെച്ചാൽ നമ്മൾ കറി വെച്ച് കഴിക്കാൻ പറ്റും. അതാ ഈ സാധനം ഇത് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കറി വെച്ച് കഴിക്കാൻ പറ്റും. അതുപോലെ വഴിക്കിട്ടാ വെള്ളത്തിലെടുത്ത് കഴിഞ്ഞ് നീ തലതല്ലി വീഴും. എന്നൊരു പ്രത്യേകത അറിഞ്ഞ ഈ ഏരിയയിൽ ഒരാളും കാണാനില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അതാണ് തീ. അല്ല ഇതൊക്കെ അതാ, ഇത് ഇലകളിങ്ങനെ മുകളിലേക്ക് പോകും തോറും ഈ അടിയിട്ടിങ്ങനാടാ. അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ആ സൈഡിലേക്ക്. ശരിക്കും നമുക്ക് പറിക്കാൻ കിട്ടില്ല എന്ന് പറയുക. ഇതുണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാവുക, മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ആയിട്ടുണ്ടാവുക. അവിടുന്ന് വരണമെങ്കിൽ അതൊരു പ്രശ്നമുള്ളോ. ഇറങ്ങി കുളിക്കേണ്ട കാര്യം റിസ്ക്കാ. നമുക്ക് പോകേണ്ടതാ ഓടിക്കാട്ടാ ആ ടോപ്പിലേക്ക്. ഇതൊക്കെ വഴിക്കാട്ടാ, കാല് വയ്ക്കാൻ പറ്റുന്നില്ലേ നോക്കിയത്. വിഷയാണ് പോനെ, വിഷയം. കാണവല്ല, നല്ല ചെങ്കുത്തായിട്ടുള്ള പാറ. നല്ല മഴ പെയ്ത് കഴിഞ്ഞില്ലേ വഴി ഫുള്ള് മഴ വെള്ളം വരും കേട്ടോ. അത്രയും കൂടുതൽ വെള്ളം വരും ഇവിടെ. നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ തൽക്കാലം ഇങ്ങനെ കയറാന്ന് പറഞ്ഞു, പക്ഷെ അതിൻ്റെ ടോപ്പിലേക്ക് ഇപ്പോൾ ഈ വഴി കയറാൻ പറ്റില്ല. അതിനെ വെള്ളം വരുന്നത് അതിനെ വഴി കേട്ടോ ആ സൈഡ് കൂടെ. അതിന് നേരെ ഇതിൻ്റെ മുകളിൽ വരെ ഉണ്ട്, ഇതിൻ്റെ ടോപ്പ് വരെ ഉള്ള വഴിയുണ്ട്. പാറ നോക്കുന്നത് ആരോ മിഷീൻ കൊണ്ട് കട്ട് ചെയ്ത് വെച്ച പോലെ ഇരിക്കണത്. കയറാൻ പറ്റുമെന്ന് അറിയില്ല, നല്ല വഴുക്കലുണ്ട്. പാറൻ്റെ പോലെ അല്ല വഴുക്കില്ല. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ പല്ലും മോണിൽ നമ്മളുള്ള ബന്ധം ഏർപ്പെടും. നോക്കി ഇറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ പ്രശ്നം. Yeah.